അർജുൻ, ഏതെങ്കിലും ഒരാളുടെ പുസ്തകം എന്നതല്ല. ഇ.പി. ജയരാജനെ പോലെ കേരള രാഷ്ട്രീയത്തിലെ സമുന്നതനായ ഒരു നേതാവിന്റെ പുസ്തകമാണ്. അപ്പോൾ അങ്ങനെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുമെന്ന് വെറുതെ ഒരു പോസ്റ്റൊന്നും DC ബുക്സ് ഇടുകയില്ലല്ലോ. അതിലെന്തെങ്കിലും കൃത്യമായ കരാറോ മറ്റോ ഉണ്ടായിരുന്നോ എന്ന് അറിയേണ്ടതുണ്ട്. ഇ.പി. ജയരാജൻ പറയുന്നത് യഥാർത്ഥ ആത്മകഥ ഇനി പുറത്തിറക്കാൻ പോകുന്നതേയുള്ളൂ, അതിന്റെ പണിപ്പുരയിലാണ്, അത് എഴുതി കഴിഞ്ഞിട്ടില്ല, അതിന്റെ ടൈറ്റിൽ പോലും തീരുമാനിച്ചിട്ടില്ല എന്നതാണ്. പക്ഷേ എങ്ങനെയാണ് ഇത് വന്നത്, എങ്ങനെയാണ് ഇതിന്റെ ഒരു പൂർണ്ണരൂപം എന്ന മട്ടിലുള്ള ഭാഗങ്ങൾ പ്രചരിച്ചത്? ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും DC ഇട്ട പോസ്റ്റിൽ ഇ.പി. ജയരാജനെയും ടാഗ് ചെയ്തിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ ഇ.പി. ജയരാജൻ അറിയാതെയാണോ ഇത്തരത്തിൽ ഇത് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ DC ബുക്ക് അത്തരത്തിലൊരു പോസ്റ്റായി നൽകിയിരിക്കുന്നത്? ഇതിൽ ഇ.പി. പറയുന്ന കാര്യങ്ങളിൽ എത്രത്തോളം വസ്തുതയുണ്ട് എന്ന സ്വാഭാവികമായൊരു സംശയം ഉയരാനിടയുണ്ട്. പക്ഷേ ഒരു ഗ്രന്ഥകർത്താവിൻ്റെ അദ്ദേഹത്തിൻ്റെ മാത്രം കാര്യമാണ്, അദ്ദേഹം പറയുന്നതാണ് നമ്മൾ വിശ്വാസത്തിലെടുക്കേണ്ടതും. ഇതെൻ്റെ പുസ്തകമല്ല എന്ന് ഇ.പി. പറയുമ്പോൾ അത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. പക്ഷേ അപ്പോഴും സംശയങ്ങൾ ബാക്കിയാവുകയാണ് എന്നതാണ്. തീർച്ചയായിട്ടും വിനീത, സംശയങ്ങൾ ഒന്നല്ല, ഒരുപാട് സംശയങ്ങൾ ബാക്കിയാണ്. അതിലേറ്റവും പ്രധാനമായി വിനീത ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇ.പി.യെ പോലെ CPM-ന്റെ ഏറ്റവും സമുന്നതനായിട്ടുള്ള ഒരു നേതാവിൻ്റെ പുസ്തകം വെറുതെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗൂഢാലോചന ഭാഗമായി ഒരു വലിയ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനം അങ്ങനെ തന്നെ പ്രസിദ്ധീകരിക്കാൻ തയ്യാറാകുമോ എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഇനിയിപ്പോൾ നമുക്ക് ഇ.പി. അല്ലെങ്കിൽ ഇ.പി.യുടെ തന്നെ സമ്മതം അല്ലെങ്കിൽ ഒരു മൗനാനുവാദം ഇത്തരം ഒരു പുസ്തകത്തിന് പിന്നിലുണ്ട് എങ്കിൽ സ്വാഭാവികമായി നമുക്ക് സംശയിക്കാം. ഇതിൻ്റെ ഉള്ളടക്കം പ്രസിദ്ധീകരണത്തിന് മുമ്പ്, ഔദ്യോഗികമായ ഒരു പ്രസിദ്ധീകരണത്തിന് മുമ്പ് എങ്ങനെയാണ് DC പുറത്തേക്ക് ചോർന്നു പോയത് എന്നത് സ്വാഭാവികമായി വരുന്ന സംശയമാണ്. ഞാൻ ആ പുസ്തകത്തിൻ്റെ ഒരുപാട് പേജുകൾ വായിച്ചു നോക്കി. അതിൽ ആദ്യഘട്ടത്തിൽ, അതായത് തുടക്കം അതിൻ്റെ ബാല്യകാലം, പിന്നീട് യുവജന പ്രസ്ഥാനം, SFI, അതുപോലെ തന്നെ KSF-ന്റെ കാലം എല്ലാം തന്നെ വിശദീകരിച്ച് ഈ അടിയന്തരാവസ്ഥ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ വിശദമായിട്ടുള്ള കുറിപ്പുകൾ ഇ.പി.യുടെ ചരിത്രം അങ്ങനെ തന്നെ അപ്പാടെ തന്നെ വിശദമാക്കുന്നുണ്ട്. ബാല്യകാലം മുതൽ തന്നെ ഇ.പി. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്നും വസ്തുതാപരമായി വലിയ പിശകുകളുള്ളതായി നമുക്ക് പ്രാഥമികമായിട്ടുള്ള വായനയിൽ നമുക്ക് മനസ്സിലാവുന്നില്ല. കൃത്യമായ രീതിയിൽ ഇ.പി.യുടെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ മറ്റ് സംഘടനാ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം തന്നെ വളരെ കൃത്യമായ രീതിയിൽ തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇ.പി. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരുദ്ദേശപരമായിട്ടുള്ള ഭാഗമാണ് എങ്കിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു കള്ളത്തരമുള്ളതായിരിക്കണം. പക്ഷേ അത്തരത്തിൽ ആ കാര്യങ്ങളെല്ലാം തന്നെ തുടക്ക ഭാഗങ്ങളിലുള്ള ചില പേജുകളിൽ അത്തരത്തിലുള്ള കള്ളത്തരമുള്ളതായി നമുക്ക് തോന്നുകയും ചെയ്യുന്നില്ല. പക്ഷേ ഇതിനകത്ത് സംശയം വരുന്നത് ഏറ്റവും പ്രധാനമായി ഇങ്ങനെ ഒരു ഘട്ടത്തിൽ, അതായത് ഇ.പി. ഇപ്പോൾ സാധാരണ രീതിയിൽ പുസ്തകം തയ്യാറാക്കി ഇങ്ങനെ ഒരു പുസ്തകം തന്നെയാണ് പുറത്തിറക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത് എങ്കിൽ കൂടിയും ഇങ്ങനെ ഒരു ദിവസം തിരഞ്ഞെടുക്കുമോ? തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അതിലൊരു കാര്യമുണ്ട്. 3 ഉപതെരഞ്ഞെടുപ്പുകളെ കുറിച്ച് പറയുന്ന ആ ഭാഗമുണ്ടല്ലോ, ആ അധ്യായത്തിൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: തെരഞ്ഞെടുപ്പ് ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ എന്തെങ്കിലും പറയുന്നത് വിവാദമായിരിക്കും, പക്ഷേ അത് കഴിഞ്ഞ സ്ഥിതിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് P. സരിൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ PV അൻവർ വിഷയം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുകൊണ്ട് പുറത്തിറക്കാൻ ഉദ്ദേശിച്ചതാണോ? ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായി DC അതിന്റെ ചില ഭാഗങ്ങൾ പുറത്തുവിട്ടതാണോ തുടങ്ങിയ സംശയങ്ങളാണ് ബലപ്പെടുന്നത് ഈ ഘട്ടത്തിൽ. തീർച്ചയായിട്ടും, അതായത് DC-യുടെ ഭാഗത്ത് DC പറയുന്നത് പ്രകാരമാണെങ്കിൽ ഇത്തരമൊരു പുസ്തകം തയ്യാറാക്കാൻ വേണ്ടി ഇ.പി. തന്നെ ചുമതലപ്പെടുത്തി എന്നുള്ള രീതിയിലാണ് ഈ DC-യുടെ ഭാഗത്തുനിന്നും വരുന്നത്. പക്ഷേ ഇ.പി. തന്നെ അതിനകത്ത് നിഷേധിക്കുകയാണ്. ഇങ്ങനൊരു പുസ്തകം ഞാൻ തയ്യാറാക്കിയിട്ടില്ല, അത് ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അത് മുഴുവനാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇ.പി. പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒന്നല്ല, ഒരുപാട് സംശയങ്ങൾ ഇ.പി.യുടെ ഈ ആത്മകഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുണ്ട്. ഇ.പി. ഇന്ന് രാവിലെ തന്നെ പ്രതികരണം നടത്തുന്ന ഘട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള കട്ടൻ ചായയും പരിപ്പോടയും എന്നുള്ള പുസ്തകത്തിൻ്റെ പേര് ഞാൻ നൽകുമോ എന്നുള്ളതാണ് ഇ.പി. അതിൻ്റെ കവർ ഫോട്ടോ ഉൾപ്പെടെ ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ ഒരു പുസ്തകത്തെപ്പറ്റി ഞാൻ ആലോചിച്ചിട്ടില്ല, അതിൻ്റെ കവർ ചിത്രങ്ങളെപ്പറ്റി ഏതെങ്കിലും തരത്തിൽ ആലോചന താൻ നടത്തിയിട്ടില്ല തുടങ്ങിയിട്ടുള്ള പ്രതികരണങ്ങൾ ഇ.പി.യുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ സ്വാഭാവികമായും അത് തന്നെയാണ് വിശ്വാസത്തിൽ എടുക്കേണ്ടത്. പക്ഷേ വിനീത് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ അതിൻ്റെ ഏറ്റവും അവസാന ഭാഗത്താണ് ഈ 3 ഉപതെരഞ്ഞെടുപ്പുകളെ പറ്റി പരാമർശിക്കുന്നത്. ആ ഉപതെരഞ്ഞെടുപ്പുകളെ പറ്റി പരാമർശിക്കുന്ന ആ ഭാഗത്ത് ഇ.പി. പറയുന്നുണ്ട്, ഇത്തരം സ്ഥാനാർത്ഥി നിർണ്ണയം വോട്ടെടുപ്പിന് ശേഷം നടത്താൻ അല്ലെങ്കിൽ പ്രകാശനം ചെയ്യാൻ ഉദ്ദേശിച്ചതുപോലെ അല്ലെങ്കിൽ അത്തരമൊരു എഴുത്താണ് ആ ഭാഗത്ത് നമുക്ക് വായിക്കാൻ വേണ്ടി കഴിയുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായും ഇ.പി. പറയാൻ ഉദ്ദേശിച്ചതാണ് എങ്കിൽ കൂടിയും ഇതിനകത്ത് DC-ക്ക് ഇത് പ്രസിദ്ധീകരിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള കരാർ ഇ.പി. നൽകിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. വിവാദം ഇങ്ങനെ കത്തിപ്പടരുമ്പോഴും
EP ഈ DC ബുക്സിനെ അപ്പാടെ തന്നെ തള്ളിക്കൊണ്ട് രംഗത്തെത്തുമ്പോഴും DC ഇതിനകത്ത് ഇന്ന കരാറുണ്ടോ എന്നുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. ഇതിനകത്ത് ഇതിൻ്റെ പ്രസിദ്ധ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രകാശന ചടങ്ങ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ള അറിയിപ്പല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും തന്നെ DC-യുടെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ സംശയങ്ങൾ ഇപ്പോഴും ഇങ്ങനെ നിലനിൽക്കുകയാണ്. ഇതിനകത്ത് ഈ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ DC ബുക്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല. EP DC-യെ അപ്പാടെ തന്നെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും ഈ പുസ്തകം തൻ്റേതല്ല, ഇതിലെ കാര്യങ്ങളൊന്നും തന്നെ വാർത്തയായി പുറത്തേക്ക് വന്ന ഒരു കാര്യങ്ങളും താൻ എഴുതിയതല്ല എന്ന് EP ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള കരാറുണ്ടെങ്കിൽ അത് പുറത്തു വിടേണ്ടുന്ന ബാധ്യത അല്ലെങ്കിൽ തീർച്ചയായും അത് DC-യുടേത് തന്നെയാണ്. ഉടൻ നമ്മൾ അതിലൊരു വിശദീകരണം പ്രതീക്ഷിക്കുകയാണ്. അർജുൻ, ഒരു കാര്യം കൂടി, ഇന്നിപ്പോൾ MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നല്ലോ. ഇതിൽ നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും EP ജയരാജന്റെ പ്രസ്താവന, വോട്ടെടുപ്പ് ദിവസത്തെ പ്രസ്താവന വലിയ രീതിയിൽ CPM-നെയും ഒപ്പം സർക്കാരിനെയും ഒക്കെ പ്രതിരോധത്തിലാക്കിയതാണ്. ഇന്നിപ്പോൾ ഈ വോട്ടെടുപ്പ് ദിനത്തിലും EP ജയരാജന്റെ ഈ ആത്മകഥാ വിവാദം തന്നെയാണ് വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നതും. പാർട്ടി പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ EP ജയരാജനെ എന്നതാണ് ചോദ്യം. MV ഗോവിന്ദൻ്റെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് EP ജയരാജൻ്റെ വാക്കുകൾ വിശ്വസിക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് എന്നുള്ളതാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചിരിക്കുന്നത്. അതിന് പുറമെ EP നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ടല്ലോ. പിന്നീട് ആവർത്തിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, പാർട്ടി ഏറ്റവും പ്രധാനമായി രാഷ്ട്രീയപരമായ ഗൂഢാലോചനയാണ് ഇതിനകത്ത് സംശയിക്കുന്നത്. ഒരിക്കലും ഒരു വ്യക്തിപരമായ ഒരു സംഭവം മാത്രമായി ഇതിനെ ചുരുക്കി കാണാൻ വേണ്ടി കഴിയില്ല. തെരഞ്ഞെടുപ്പ് ദിവസം ഇങ്ങനെയൊരു പ്രതികരണവും ഈ പുസ്തകത്തിൻ്റെ ഭാഗങ്ങൾ പുറത്തു വന്നതും കേവലം ഒരു വ്യക്തിപരമായ കാര്യങ്ങളോ അല്ലെങ്കിൽ EP ജയരാജനോടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വെറുപ്പോ വിദ്വേഷമോ അല്ലെങ്കിൽ അത്തരത്തിൽ EP ജയരാജനെ ഗൂഢാലോചനയുടെ ഭാഗമാക്കി അല്ലെങ്കിൽ അങ്ങനെ ഒരു EP ജയരാജനെ പ്രതിസ്ഥാനത്ത്